നമ്മളിപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് പോണ്ടിച്ചേരി വരെ പോകുന്ന കന്യാകുമാരി കേപ്പ് പോണ്ടിച്ചേരി എക്സ്പ്രസ് യാത്രയാണ്. നമ്മൾ പോണ്ടിച്ചേരി വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ യാത്രകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതിനാൽ നമ്മൾ ഓൺ ദ വേ വിരുനഗറിൽ ഇറങ്ങും. നമ്മുടെ ട്രെയിൻ ഇനിയും ടൈമുണ്ട്. 2 മണിക്കാണ്. എല്ലാം മൺഡേസിൽ ഓടുന്ന ട്രെയിനാണ്. കന്യാകുമാരിയിൽ നിന്ന് പുതുച്ചേരി, അതായത് പോണ്ടിച്ചേരി വരെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡോർമിറ്ററിയൊക്കെ ഉണ്ടായിരുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ എൻഡ് ആണല്ലോ. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു. പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നാണ് പുറപ്പെടുന്നത്. കന്യാകുമാരിയിൽ നിന്ന് പുതുച്ചേരി പോകുന്ന ട്രെയിൻ. നല്ല കാറ്റുണ്ട്, കടലടുത്തായതുകൊണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 5ഉം 4ഉം, ഇത് 3, ലെഫ്റ്റ് സൈഡിൽ 2. ദോസ 2 മണിക്ക്. ഇപ്പോൾ 1 മണി കഴിഞ്ഞു. വേറെ 2 ട്രെയിൻ കിടക്കുന്നുണ്ട്. ടോട്ടൽ 4 എണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ. 4 അല്ല, 5 എണ്ണം. ഇത് കന്യാകുമാരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ചെന്നൈ എഗ്മോറിൽ നിന്ന് കന്യാകുമാരിക്കുള്ള ട്രെയിൻ. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ, കന്യാകുമാരി പുതുച്ചേരി. S10 ആയുള്ളൂ. നമ്മൾ S2 ആണ്. അങ്ങ് നടക്കണം. ചെറിയൊരു തണലുണ്ട് ട്രെയിനിൻ്റെ മറവിൽ. അതുവഴി അങ്ങ് നടക്കാം. നമ്മുടെ S2 മെട്രോ വിളിച്ചൊന്നും കാണുന്നില്ലല്ലോ. S2 28 ആണ് നമ്മുടെ. പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ വണ്ടി എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വണ്ടിയിൽ ആരും നല്ല തിരക്കില്ല. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ, അതായത് വിരുദനഗർ, തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ കയറുമായിരിക്കും. നമ്മുടെ വണ്ടി അതാ എടുക്കുന്നു. ഹോൺ അടിച്ചു. ഇപ്പോൾ തന്നെ ഒരു ചാട്ടം ചാടും ട്രെയിൻ. ഒരു ദിവസം എന്തായാലും കന്യാകുമാരിയിൽ നിന്ന് ഈ ട്രെയിനിൽ പോണ്ടിച്ചേരി വരെ പോകണം. നമ്മൾ അത്രയും വരെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വരെ പോകുന്നില്ലല്ലോ. നിസ്സാരം 3 മണിക്കൂർ യാത്രയായിട്ട് നമ്മൾ വണ്ടി ഇറങ്ങും. പൂരെ തൂത്തുക്കുടി, മുംബൈ, ചെന്നൈ എഗ്മോർ, കന്യാകുമാരി. പുതിയതായിട്ട് ഇവിടെ കോൺക്രീറ്റും അതുപോലെ ടൈലൊക്കെ ചെയ്തേക്കണ പോലെ തോന്നുന്നു. അധികം പഴക്കമൊന്നുമില്ല. ഇവിടെ എക്സ്കവേറ്ററൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യുന്നു. ഒത്തിരി ട്രാക്ക് ഉണ്ടല്ലോ. 1, 2, 3, 4, 5 ട്രാക്കോ? അല്ല, 4 ട്രാക്ക്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട മല തന്നെയല്ലേ അങ്ങോട്ട് പോകുമ്പോഴും കാണുന്നത്. അടുത്ത സ്റ്റേഷൻ വരുന്നത് നാഗർകോവിൽ ജംഗ്ഷനാണ്. ട്രെയിൻ അതാ വളഞ്ഞു പുറഞ്ഞു വരുന്നു. ഒത്തിരി കൃഷിയിടങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും വേസ്റ്റാക്കാതെ കിടക്കുന്നില്ല. നമ്മുടെ നാട്ടിലല്ലേ ചുമ്മാ കൃഷിയിടങ്ങൾ ഒന്നും ചെയ്യാതെ ചതുപ്പായിട്ട് കിടക്കുന്നത്.
ഇവിടെ കൃഷിയിടങ്ങളുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ട് താനും. 2:20 നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിലെത്തും. ഇവിടെയൊക്കെ ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇതും റെയിൽവേ സ്റ്റേഷനാണോ? എന്താണ് ഇവിടെ നിർമ്മിക്കുന്നത്? നല്ല വെയിൽ ഈ സൈഡിലടിക്കുന്നത്, അതുകൊണ്ടാണ് അപ്പുറ സൈഡിൽ പോയിരുന്നത്. താമരക്കുളമോ? അങ്ങ് ദൂരെ വരെ നെൽപ്പാടങ്ങൾ, നെല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി കൃഷിയൊക്കെ നടത്തി ഇവിടെ നിന്ന് നെല്ലൊക്കെ കുത്തി അരിയാക്കിയിട്ട് വേണം മലയാളികൾക്ക് ചോറുണ്ണാൻ. ഇവിടെ അല്ലെങ്കിൽ കർണാടകയല്ല ആന്ധ്രാപ്രദേശിലുള്ള നെൽപ്പാടങ്ങളിൽ നിന്നുള്ള അരിയാണല്ലോ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിലെത്തുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ പുറത്തേക്ക് കാണുന്ന കാഴ്ചകൾ ഏകദേശം ഇപ്പോൾ ഏതെങ്കിലും സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒരേപോലത്തെ സ്ഥലങ്ങളായിരിക്കും, ലാൻഡ്സ്കേപ്പ്, ജോഗ്രഫിക് കണ്ടീഷനൊക്കെ. ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നെൽപ്പാടങ്ങളിൽ തെങ്ങ്, വാഴ, ഇത് തന്നെയാണ് കിലോമീറ്ററുകളോളം കാണുന്നത്. ഒരു ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. സ്പീഡിൽ പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. തമിഴിലാണല്ലോ ഇതിന്. താമ്പരം നാഗർകോവിൽ ടൗണാണ്, നാഗർകോവിൽ ജംഗ്ഷൻ. കാറ്റടിച്ചിട്ട് ഉറക്കം വരുന്നു. എനിക്കൊന്നും ഉറങ്ങായിരുന്നു, പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കണ്ണ് തുറച്ച് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കണം, എന്നാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഏതൊക്കെയോ തരത്തിലുള്ള കൊക്ക്, കറുത്ത തലയുള്ള കൊക്ക്. ഇതെന്താ വലിയൊരു ടാങ്കോ? എന്ത് ടാങ്കാണത്? മുകളിലൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ഏതോ സ്റ്റേഷനായല്ലോ. നാഗർകോവിൽ ജംഗ്ഷൻ ആയിരിക്കണം. ടൈം ഡിലേ ആവാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ ഇങ്ങോട്ട് 1 മണിക്കൂർ കഷ്ടി ഗ്യാപ്പേ ഉള്ളൂ. ഇത് ബിരുദനഗറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള ട്രെയിൻ ബിരുദനഗറിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഡിലേ ആയിക്കഴിഞ്ഞാൽ 8 മണിയാകും. ഒരു ലോക്കോ, വേറൊരു ട്രെയിൻ. കന്യാകുമാരി ദിബ്രുഗർ ട്രെയിനാണത്, വിവേക് എക്സ്പ്രസ്. ഇതല്ലേ അപ്പോൾ ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ ഇൻ ഇന്ത്യ. ഇത് 5:15 കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടും. നാഗർകോവിലിൽ കൊണ്ടിട്ടേക്കാണോ? ഈ സ്റ്റേഷനിൽ നിന്നാണ് ആൾക്കാർ കയറാനുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് 4-3-7 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തു. 10 മിനിറ്റാണ് ഇവിടെ നിർത്തിയുള്ളൂ. പുറത്ത് പോയിട്ട് ഇത്തിരി സ്നാക്സ് മേടിച്ചിട്ട് കയറിയപ്പോഴത്തേക്കും അവിടെ ടിക്കറ്റ് ഇല്ലാതെയാണ് ആൾക്കാർ ഇരിക്കണതെന്ന് അറിയാൻ വേണ്ടി ടിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ റെയിൽവേ പോലീസ്. അപ്പുറത്ത് മറ്റൊരു ട്രെയിൻ, അതേതാണ്? നാഗർകോവിൽ ജംഗ്ഷൻ.
ട്രെയിൻ അനങ്ങിയാണല്ലോ പോണേ. വേഗം ടൈം ആയിക്കല്ലേ. ഒരു സൈഡിൽ കടൽ, മറ്റേ സൈഡിൽ സഹ്യപർവ്വതം. അതാണ് കന്യാകുമാരി, നാഗർകോവിലൊക്കെ. കന്യാകുമാരി പ്രത്യേകിച്ചും. നാഗർകോവിൽ കടലില്ല, എന്നാൽ കന്യാകുമാരി പോകണം. അവിടെ നിന്ന് വേറൊരു ട്രാക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും അതിനോടനുബന്ധിച്ചും ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ തന്നെ എറണാകുളം നോർത്തിൽ നടക്കുന്നുണ്ട്, സൗത്തിൽ നടക്കുന്നുണ്ട്. നല്ല എത്രയോ കോടി, 450 അത്രയും അങ്ങോട്ട് കോടി പ്രൊജക്റ്റാണത്, കോടി രൂപയുടെ പ്രൊജക്റ്റാണത്. പഴയ ആറാണോ? പഴയ ചെറിയൊരു തോട് പോലത്തെ പുഴ. ഇവിടെ ഒരു ജലാശയമുണ്ട്, അത് കണ്ടിട്ട് കറുത്തിരിക്കുന്നു. മഴവെള്ളമാണോ? നല്ല പച്ച കളർ വെള്ളം, പച്ചവെള്ളം. അവിടെ ഒരു വലിയ മല, ഇവിടെ ഒരു വലിയ മല. വീണ്ടും കിടക്കുകയാണല്ലേ സഹ്യപർവ്വതം. അവിടെ വിൻമില്ല് കാണാം. ഇത്രയും കാറ്റൊക്കെ ഉള്ള സ്ഥലമല്ലേ. വിൻമില്ല് കൊണ്ട് വൈദ്യുതികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം. കല്ല് വലിയ പാറക്കല്ലല്ലോ, എന്താ പറയുക, കൊടുമുടി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ആ മലയുടെ ഒക്കെ മുകളിൽ വല്ല ക്ഷേത്രം പണിതിട്ടുണ്ടോ? പൊതുവെ അങ്ങനെയാണ് കാണാറ്. നമ്മുടെ ഇഷ്ടികക്കളോ? ആ ഇഷ്ടിക വെച്ച് എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ പച്ചപ്പും ആ സീമക്കരിപോലും ചാർക്കോൾ ഉണ്ടാക്കുന്ന മുൾച്ചെടി പോലത്തെ സംഭവം. ട്രെയിൻ ഇതിനാണോ സ്ലോ ചെയ്ത്? അടുത്ത സ്റ്റേഷനായോ ആവോ? ഇവിടെയും പണി നടക്കുന്നുണ്ടല്ലോ. നമ്മളിനി എന്താ ഒരു ബിരുദാനഗറിൽ നിന്ന് നമ്മുടെ എറണാകുളത്തേക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സിറ്റിംഗാണ് എടുത്തേക്കണേ. ഇരുന്ന് പോകാം. അരൽവായ് മൊഴി അതാണ് ആ സ്റ്റേഷൻ്റെ പേര്. അരൽവായ്മൊഴി എന്താണോ? നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ല കണ്ടിട്ട്. നമ്മൾ വള്ളിയൂർ സ്റ്റേഷനിലെത്തി. കാര്യമായ തിരക്കൊന്നുമില്ല. അത്ര വലിയ പ്രധാനപ്പെട്ട സ്റ്റേഷനല്ലാതെ. ഈ വെയിലത്തൊക്കെ എങ്ങനെ ഇരിക്കുന്നു ആൾക്കാർ. ട്രെയിൻ കാത്തു നിൽക്കണമെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലത്ത് തന്നെ നിൽക്കണം. ഒരു മിനിറ്റോ 2 മിനിറ്റോ വല്ല ഹോൾട്ട് ഉണ്ടാവും ഇവിടെ. ട്രെയിൻ നിർത്തി കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. വള്ളിയൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു. ഇങ്ങോട്ടൊന്നും ആരും ഇരിക്കുന്നില്ല. ഈ ട്രെയിനുകൾക്ക് അധികം സ്റ്റോപ്പ് ഉണ്ടാവില്ല ഈ വള്ളിയൂർ സ്റ്റേഷനിൽ. കാഴ്ചയിൽ ഞാൻ പറഞ്ഞില്ല, അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്റ്റേഷനല്ല. എന്തോ ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോർഡുണ്ട്, ബോർഡുണ്ട് വള്ളിയൂർ.
പച്ചപ്പ്, എങ്ങും എങ്ങും പച്ചപ്പ് തന്നെ, പച്ചപ്പ് മാത്രം. ചെറിയ ചെറിയ വീടുകളാട്ടോ, കൃഷി കുടുംബങ്ങളായിരിക്കണം. അവിടെ തണലൊക്കെ ഉണ്ട്. തണലിൻ്റെ കീഴെ ബൈക്കുകളെ കൊണ്ട് നിർത്തി ലെവൽ ക്രോസിൽ വെയിറ്റ് ചെയ്യുന്ന ബൈക്ക് യാത്രക്കാർ. ഇന്ന് ദൂരെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. റെസിഡൻഷ്യൽ ഏരിയ ആണല്ലോ. ഏതോ ഒരു പട്ടണമാണത്. തിരുനെൽവേലി ആകാറായോ? 3:35 തിരുനെൽവേലി എത്തണമെങ്കിൽ. ഒരു വലിയ കർവുണ്ട് ഇവിടെ. ഇതൊക്കെ എന്നായിരിക്കും കൃഷി എടുക്കുന്നത്? നെല്ലൊക്കെ വന്നിട്ടുണ്ട്. മേലപ്പാളയം സ്റ്റേഷൻ്റെ പേരാണ് മേലപ്പാളയം. ഇതും പുതിയ സ്റ്റേഷനാണ്. ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടു. ട്രാക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ലായിരിക്കും. പശുക്കളൊക്കെ അവിടെ മേഞ്ഞ് കിടക്കുന്നുണ്ട്. കിണിങ് 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 എന്നുള്ള മണിയൊക്കെ അടിക്കണ കേൾക്കാം. ഇത് ചുമ്മാ കൃഷിയൊന്നും ചെയ്യാതെ വല്ല മലയാളിയുടെ സ്ഥലമായിരിക്കും. അതായിരിക്കും ഇങ്ങനെ കിടക്കണേ. ട്രെയിൻ നീങ്ങി തുടങ്ങി. അപ്പം നമ്മുടെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ അടുത്താവാറായി. അതാണ് കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നത്, താമസ സ്ഥലങ്ങളൊക്കെ, റെസിഡൻഷ്യൽ ഏരിയ. അവിടെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്. സൈൻ ബോർഡല്ല, നെയിം ബോർഡ് കാണുന്നുണ്ട്. തിരുനെൽവേലി എന്നല്ലേ എഴുതിയേക്കണേ? കണ്ടാലേ താമിരഭരണി റിവർ. താമിരഭരണി റിവറാണ്. ഈ ചെറുതാ ഈ ഒരു ഇച്ചിരിക്കോളം പോകുന്ന റിവർ. അവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന കാറൊക്കെ കൊണ്ടുപോയിട്ട് കഴുകാനായിരിക്കും അല്ലേ? നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. താമിരഭരണി. പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട് ഒരു സൈഡിൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ തിരുനെൽവേലിക്ക്? ട്രെയിൻ ഇവിടെയും വളഞ്ഞു പോകുന്നു.
നല്ല വെള്ളമാട്ടോ. ഇവിടെ ഒരു ലെവൽ ക്രോസ് കാണാം, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ അൺമാൻഡ് ലെവൽ ക്രോസുകളില്ല അല്ലേ? ഇത്രയ്ക്കോ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചല്ല, ബൈക്കുമായിട്ടും കാറുമായിട്ടൊക്കെ ക്രോസ് ചെയ്യാൻ നോക്കും. അങ്ങനെ വന്ന് ട്രെയിൻ വന്ന് പിടിക്കും, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബസ്സും കാറും ഒക്കെ പലതും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഇതൊരു കൊടും കാടാണല്ലോ. ഏതോ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം, അത് ഉറപ്പാണ്. ക്വാർട്ടേഴ്സ് പോലെ എന്തൊക്കെയോ ആയിരുന്നു, ഇപ്പോൾ അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. പാർക്കിംഗ് ഓഫ് വെഹിക്കിൾസ് പ്രൊഹിബിറ്റഡ്. ഇവിടുത്തെ തെരുവുകൾ, തിരുനെൽവേലിയിലെ തെരുവുകൾ. ഒരു കൊക്ക് ഇതവിടെ ഇരിപ്പുണ്ടായിരുന്നു, ആർക്കും ശല്യമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കാണാം. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പേര് മറന്നു പോയല്ലോ. പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട് ഇവിടെ, തിരുനെൽവേലി അയ്യങ്കാറോ, പേരങ്ങ് വിട്ടുപോയി. ഷോപ്പുകളൊക്കെ കാണാം ഒരു സൈഡിൽ. ഹോൾസെയിൽ കടയാണോ മാർക്കറ്റാണോ? SM കാർഡ്സ്. ബോർഡൊന്നും കണ്ടില്ലല്ലോ, ബോർഡിലും ഒന്നും എഴുതിയിട്ടില്ല. ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ, തിരുനെൽവേലി ജംഗ്ഷൻ. തിരുനെൽവേലി സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റ് നിർത്തി വണ്ടി എടുത്തു. ഓഫീസ് ഓഫ് ദ ക്യൂ കൺട്രോളർ. തിരുച്ചെന്തൂർ വേറെന്തോ ജംഗ്ഷൻ. പുതുച്ചേരി എക്സ്പ്രസ്. മുകളിൽ കോച്ച് പൊസിഷൻ എഴുതിയിട്ടുണ്ട് അവിടെ. അങ്ങനെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും വടല വിട. ഇതെന്താ പേരില്ലാത്ത ട്രെയിനാണ്? ബോർഡൊന്നും കാണുന്നില്ല. അവിടെ നിന്ന് എഴുതിച്ചിട്ടുണ്ട്.
കോയമ്പത്തൂർ വാരണാസി. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കോവിൽപ്പട്ടിയാണ്. അതൊരു 4:15 ആകുമ്പോൾ എത്തും. ആ മുൾച്ചെടി എന്തോരം അല്ലേ! ശരിക്കും അത് ഭൂമിക്ക് കുഴപ്പമുള്ള സാധനമാണോ? ഇത് ചെറിയ മല കാണാം. ആ ഒരു മലയുടെ മുകളിൽ എന്തോ നിർമ്മിതിയുണ്ട്. ഒരു ട്രാക്ക് വളഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. വാഞ്ചി മണിയച്ചി ജംഗ്ഷൻ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. പുതിയ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സൂര്യകാന്തി, എല്ലാം സൂര്യകാന്തിയും പൂത്തു നിൽക്കുന്നു. നമ്മൾ കോവിൽപ്പട്ടി റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി. നമ്മൾ മുന്നൊരിക്കൽ കോവിൽപ്പട്ടിയിൽ വന്നിട്ട് ട്രെയിൻ കയറി പോയിട്ടുണ്ട്. മീൻകാരുടെ ഹോൺ പോലെ ട്രെയിനിൻ്റെ ഹോൺ. ലഗേജൊക്കെ ആയിട്ട് ആൾക്കാർ നടന്നു പോകുന്നു. നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കണം, നമ്മുടെ അതിഥി തൊഴിലാളികൾ. ആദ്യം കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലായിടത്തും ഉണ്ട്. ഒറീസ, ആസാമിൽ നിന്നുള്ളവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്നു, നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. കോവിൽപ്പട്ടി. അഞ്ചാറ് മിനിറ്റ് ലേറ്റാണ്. ഇപ്പോൾ ഏകദേശം 4:36 നമ്മുടെ ട്രെയിനിനെ കുറിച്ച് അവിടെ അനൗൺസ് ചെയ്യുന്നു. കോവിൽപ്പട്ടിയിൽ നിന്ന് എടുത്തു. പിന്നെ അടുത്തത് സത്തൂർ, പിന്നെ നമ്മുടെ വിരുദ്നഗർ. ഇത് സ്റ്റോപ്പുള്ള സ്റ്റേഷനാണോ? സത്തൂർ. സത്തൂരെത്തി. ഇനി അടുത്ത സ്റ്റേഷൻ നമ്മുടെ വിരുദ്നഗർ. സത്തൂരിൽ നിന്നെടുത്തു. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ സെക്കൻഡ് വരുമ്പോൾ മുതലോ വിരുദ്നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തും. പാരലായിട്ട് റോഡ് പോകുന്നുണ്ട്. ഇതേതോ NH തന്നെയാണ്. നല്ല അടിപൊളി NH ആണല്ലോ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് NH ഒക്കെ കച്ചറ തല്ലിപ്പൊളിയാകുന്നത്.
എവിടെയോ കുട്ടി സ്റ്റോ ചെയ്ത് നിർത്തുന്നുണ്ട്. നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ പാരലായിട്ട് പോകുന്നത് NH66 ആണ്. ചെന്നൈ, വിലുപ്പുറം, കന്യാകുമാരി. നമ്മളങ്ങനെ ബിരുദനഗർ ജംഗ്ഷനിൽ വന്നിറങ്ങി. നമ്മുടെ ട്രെയിൻ ദാ അവിടെ ഉണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം 1 പോകാം. ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എത്തണം. മറ്റേ ട്രെയിൻ ലേറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മളിവിടെ പോസ്റ്റാവും. അപ്പോൾ ഈ ട്രെയിൻ യാത്ര ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.